ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ അമേരിക്കയ്ക്ക് ഈ യുദ്ധം നിർത്തിയേ പറ്റുകയുള്ളൂ. അമേരിക്ക എന്ന് പറയുമ്പോൾ ട്രംപിന് എന്തു വന്നാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ സമാധാന കരാറിലേക്ക് വന്നു. ഈ വ്യവസ്ഥകളൊക്കെ ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ട വ്യവസ്ഥകളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാകുമല്ലോ. ആദ്യത്തെ തന്നെ ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നുള്ളത്. ഇറാൻ ഇതാ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ യുദ്ധം പൊടുന്നനെ തുടങ്ങിയത്. പക്ഷേ അതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുത്തിട്ടില്ല ഇറാൻ. അണ്വായുധം ഉണ്ടാക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിക്കുക. അതാ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു, ഇതേ നിലപാട് തന്നെയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. പിന്നെ ചർച്ചകൾ തുടരുന്ന ഒരു സമയവുമായിരുന്നു അത്. ഇതിപ്പോൾ ആ ചർച്ചകൾ, ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരും എന്നാണ് ഈ വ്യവസ്ഥകളിൽ ഒന്നായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്? അമേരിക്ക അവസാനം ട്രംപ് ഗതികെട്ട് യുദ്ധം നിർത്തി പോയി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും 100% ട്രംപ് ഗതികെട്ട് യുദ്ധം നിർത്തുന്നതിനേക്കുള്ള വെപ്രാളത്തിലാണ് ഈ പറയുന്നത് മുഴുവൻ. നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിനെ ഒന്നുമല്ല എന്ന് പറയുന്നതും എല്ലാം ഒറ്റ കാരണത്താലാണ്. ഞാൻ പൊറുതിമുട്ടി, എനിക്കിനി യാതൊരു ഗത്യന്തരവുമില്ല എന്ന് ട്രംപ് വലിയ വായിൽ വിളിച്ചു പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടി ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ ശ്രീ ബൈജു തിട്ടാല തുടക്കം മുതൽ തന്നെ ഈ 108 ദിവസമായല്ലോ, അതിൽ പല ദിവസങ്ങളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബൈജു തിട്ടാലയുടെ നിലപാട് ഇത് ഇറാനൊപ്പമായിരുന്നു അദ്ദേഹം നിലപാടെടുത്തത്. ഇറാനിൽ ആവശ്യമില്ലാതെ കയറി ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുകയായിരുന്നു, അത് ഇറാൻ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു. പക്ഷേ താങ്കൾ, എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതായിരുന്നു, ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ റിവേഴ്സായി അല്ലേ? ഞാൻ മറ്റു പലരും തെറ്റിദ്ധരിച്ച പോലെ തെറ്റിദ്ധരിച്ചിരുന്നത് ഈ ആയുധങ്ങൾ ഇത്രയും കയ്യിലുള്ള അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ഇറാനെ കീഴടക്കാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പഞ്ചതന്ത്രം കഥയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഈ ബുദ്ധി കൊണ്ട് നേരിടുന്നതും ശക്തി കൊണ്ട് നേരിടുന്നത്. അപ്പൊ ഈ പഞ്ചതന്ത്രം കഥയിലെല്ലാം അവസാനിക്കുന്നത് എങ്ങനെയാ? യുദ്ധം ഏത് ശക്തിയെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്നാണ്. നമുക്ക് ഈ മുയലിന്റെയും സിംഹത്തിന്റെയും കഥ അറിയാലോ. സിംഹത്തിനെ, ഇത്രയും ശക്തനായ സിംഹത്തിനെ ഒരു കിണറ്റിൽ കൊണ്ടുവന്ന് അവസാനം മുയൽ ചാടിച്ചു. ഇതെങ്ങനെയാണ് സാധിച്ചത്? ബുദ്ധി കൊണ്ട് മാത്രമാണ്, ശക്തി കൊണ്ടല്ല. ഇതേപോലെ ട്രംപ് എന്ന അധികായനെ, അല്ലെങ്കിൽ അമേരിക്ക എന്ന വൻ രാഷ്ട്രത്തെ, ആയുധത്തിന്റെ കെൽപ്പ് കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന രാഷ്ട്രത്തിനെ ഹോർമൂസ് എന്ന കടലിടുക്കിൽ കൊണ്ടുവന്ന് മുക്കുകയാണ് ഇറാൻ എന്ന മുയലല്ല, കുറുക്കൻ ചെയ്തത്. ഇറാൻ എന്ന കുറുക്കൻ ഹോർമൂസ് കടലിൽ ട്രംപിന്റെ തല കൊണ്ടുവന്ന് മുക്കി 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 താഴ്ത്തുകയാണ് ചെയ്തത്. അവിടുന്ന് കുടഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഇവിടുത്തെ സിംഹം ചത്തില്ല, അദ്ദേഹം ജീവനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഉറ്റമിത്രമായ നെതന്യാഹുവിനെ നമ്മൾ ടെലിവിഷനിൽ കൂടെ പറയാൻ പറ്റാത്ത തെറിയല്ലേ വിളിച്ചത്, പച്ചത്തെറി. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഒറ്റ കാരണം കൊണ്ടാണ്, എനിക്കിനി യാതൊരു ഗത്യന്തരമില്ല, ഈ ഹോർമൂസ് കടലിൽ കടന്ന് ഞാൻ ചാവും, അതല്ലെങ്കിൽ ലോകം മുഴുവൻ എന്നെ ഒരു വിനാശകരമായ ഒരു വിപത്തായിട്ട് തെറ്റിദ്ധരിക്കും, അമേരിക്കയെ എല്ലാവരും ഒറ്റിക്കൊടുക്കും. ഈ അവസ്ഥയിലേക്ക് പോകുന്നത് എനിക്ക് താങ്ങാൻ ഒക്കില്ല. നവംബറിൽ ഇലക്ഷൻ വരുന്നു, അതിനു മുമ്പേ എനിക്ക് ഇന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഈ കരാർ നിങ്ങൾ നോക്കിക്കോളൂ. ഈ കരാർ എന്ന് പറയുന്നത് ഇറാൻ പറഞ്ഞിടത്ത് വരുന്ന കരാറാണ്. ഇറാൻ തോറ്റുവെന്ന് അല്ല ഇപ്പൊ ശരിക്കും പറയേണ്ടത്, ഇറാൻ വിജയിച്ചു എന്ന് പറയേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവരുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം, അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും അവർക്കൊരു രാഷ്ട്രം എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവരിപ്പോ വന്നിരിക്കുകയാണ്. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ തൊടാൻ സാധിച്ചിട്ടില്ല. ഇസ്ഫഹാനില് അവര് വളരെ ഡീപ്പായിട്ട് അത് കൊണ്ടുവന്ന് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം താഴ്ത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ കുരുക്കാക്കി വെച്ചിട്ടുണ്ട്. മുഴുവൻ കുഴിബോംബുകളും ഒക്കെ വെച്ചിട്ട് അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ, അവിടെ ആരെങ്കിലും വന്നാൽ, ആക്രമണത്തിന് വന്നാൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് അമേരിക്ക ഈ നെതന്യാഹുവിന്റെ വാക്ക് കേട്ടിട്ട് ചാടി പുറപ്പെട്ടതാണ് സത്യത്തിൽ. നെതന്യാഹു പറഞ്ഞത് എല്ലാരും കൂടെ അവിടെ ഇരിപ്പുണ്ട്, 40 ടോപ്പ് ലീഡേഴ്സ്, അതിനെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തട്ടി നമുക്ക് ഇറാനെ വിറപ്പിക്കാം, അതിന്റെ ആ ഉന്നത നേതൃത്വം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഇറാൻ നമുക്ക് കയ്യിലാക്കാന്ന് പറഞ്ഞു. ആ വാക്ക് വിശ്വസിച്ച് ട്രംപ് ചാടിയതാണ് ട്രംപിന് അബദ്ധം പറ്റിയത്. ട്രംപ് ഇപ്പം ഇതെല്ലാം നിങ്ങൾ എന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പം സംസാരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നവംബറിൽ അവിടെ ഇലക്ഷൻ ആണെങ്കിൽ ഒക്ടോബറിൽ ഇസ്രായേലിൽ ഇലക്ഷൻ വരികയാണ്. നെതന്യാഹുവിന് നിന്ന് പഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ അവസ്ഥയാണ്.
ഓപ്പോസിഷൻ വളരെ ശക്തമായി നിൽക്കുന്നു. അവിടെ ഒരു മിലിറ്ററി ചീഫ് ഇപ്പം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ചിലപ്പോൾ വലിയ തോതിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പൊ നെതന്യാഹു വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ യുദ്ധം ഏതെങ്കിലും വിധത്തിൽ നീട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം പരിങ്ങലിലാവും. കാരണം ജനത്തിനോട് എന്ത് പറയും? നിങ്ങൾ അവിടെ ആണവായുധം നിർത്തുമെന്ന് പറഞ്ഞു, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു, ഇല്ലാതാക്കിയോ? സമ്പുഷ്ട യുറേനിയം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, മാറ്റിക്കൊണ്ടുപോകാൻ പറ്റിയോ? ഇതെല്ലാം അവന്റെ കയ്യിൽ ഇരിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് അധികം ജോലിയില്ല. ഇനി ഇവർക്ക് ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത് ഒരു ആയുധത്തിന്റെ, അതായത് മിസൈലിന്റെ തുമ്പിൽ എത്തിക്കുന്ന ചില പ്രക്രിയകൾ കൂടെ ബാക്കിയുള്ളൂ എന്നാ പറയുന്നത്. അത്രയ്ക്ക് നീറ്റായിട്ട് അവർ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഈ യുദ്ധകാലത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രംപിന് അറിയാം. ഇപ്പൊ ട്രംപിന് ഏറ്റവും ദേഷ്യം വന്നിരിക്കുന്നത് അറിയാമോ? പെന്റഗണില് ഇപ്പൊ ഇവരുടെ ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് കയറിയിട്ട് പല രഹസ്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതാണ് ഇപ്പൊ വേറൊരു ബ്ലാക്ക് മെയിലിംഗ്. രണ്ടാമത്തെ ബ്ലാക്ക് മെയിലിംഗ് ഇപ്പം നടത്താൻ പോകുന്നത് അതാണ്. പൂർണ്ണമായിട്ടും അവരുടെ ഒഫീഷ്യൽസിന്റെ, ടോപ്പ് ഒഫീഷ്യൽസിന്റെ, മിലിറ്ററി ഒഫീഷ്യൽസിന്റെ സീക്രട്സ് മുഴുവൻ ഇപ്പം ഇസ്രായേൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലായി കഴിഞ്ഞു പലതും. അതാണ് ഇത്രയും അധികം ദേഷ്യത്തിൽ ഞാനില്ലെങ്കിൽ താനൊന്നും ബാക്കി കാണില്ല എന്ന് വരെ പറയാനായിട്ട്, ഇസ്രായേൽ പോലും ബാക്കി കാണില്ല എന്ന് പറയാനായിട്ട് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആവശ്യമില്ലാത്ത ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു വിപത്ത്, ഒരു മഹാമാരി നമ്മുടെ ലോകത്തിന് കൊണ്ടുവന്നതാണ്. ശരിയാണ്. മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. പറയുന്നത് ഇവിടെ ഇപ്പൊ അവരൊക്കെ പറയുന്നത് പൂർണ്ണമായും ഈ നമ്മുടെ ഒരു മൊബിലിറ്റിയെ തന്നെ മാറ്റിക്കൊണ്ടില്ല. ശരിയാണ്. ശ്രീ കേണൽ എസ് ഡി, അല്ല ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്ന കാര്യം അതൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണാവുന്നതാണല്ലോ. ഈ സമാധാന കരാർ മുന്നോട്ട് പോകണം, അതിൻ്റെ വക്താവ് ഞാനാണ് എന്ന് വിളിച്ചു പറയുകയാണ് ട്രംപ് ചെയ്യുന്നത്. ട്രംപ് ഓരോ നിമിഷവും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതും ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന ഒന്ന് എന്നുകൂടി കണക്കാക്കാവുന്നതാണല്ലോ. അല്ലാതെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും അല്ല ഇസ്രായേലിനെ തങ്ങളുടെ കൂടെ അല്ല ഇസ്രായേൽ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ എന്തായാലും അമേരിക്ക തയ്യാറാവുകയില്ല. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പലരും പറയാറുണ്ട്, ഇപ്പം ശ്രീ ബൈജുവും പറഞ്ഞു, അതായത് അതുപോലെ തന്നെ വേണുഗോപാൽ സാറും പറഞ്ഞു, അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനകത്ത് എടുത്തു ചാടി. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു കോൺസ്പിറസി തിയറീസ് ആണ്. നമുക്ക് കോൺസ്പിറസി തിയറീസിൽ നമുക്ക് ഇന്റർനാഷണൽ റിലേഷനോ സ്ട്രാറ്റജിക് അഫയേഴ്സോ നമുക്ക് അനലൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ആർക്കും ഇത് യഥാർത്ഥത്തിലാണോ ഇല്ലത്. പക്ഷെ നമുക്ക് ചില ഫാക്ട്സ് നമ്മൾ മുമ്പിലുണ്ട്. എന്തൊക്കെയാണ് ആ ഫാക്ട്സ്? ഒന്ന്, വെനസ്വേല എന്നുള്ള കൺട്രിയിൽ രാഖ് രാമായണം അറ്റാക്ക് ചെയ്യിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അതൊരു ഫാക്റ്റാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു സ്ട്രീക്ക് ഉണ്ട്. ഗ്രീൻലാൻഡ് US-ന്റെ ഭാഗമാവണോ എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ആണ്. കാനഡ 51st സ്റ്റേറ്റ് ആവണോ എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ആണ്. ട്രേഡ് ടാരിഫ് നമുക്കറിയാം എങ്ങനെയാണ് അദ്ദേഹം ട്രേഡ് ഉപയോഗിച്ചിട്ട് അതിനെ വെപ്പനൈസ് ചെയ്യുന്നത്, അത് ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു എന്താ പറഞ്ഞ ഒരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.